ഈശ്വരത്തുണ്ടാവും. അത് നമ്മള് ബോംബിടും പോലെ ഇടുന്നല്ലോ, നമ്മള് കാശ് കൊടുത്ത് വാങ്ങല്ലേ, വാങ്ങണ്ട ഞങ്ങള് വാങ്ങണ്ട. അത് തീർന്നില്ലേ? ലോകം മുഴുവൻ ഒരു മാർക്കറ്റ് അല്ലേ, ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി. ലോകത്തെവിടെയും ചൈന സൈനിക താവളങ്ങൾ തുടങ്ങുന്നില്ല. അമേരിക്ക, അതാണ് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസം. ചൈനയുടെ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ അമ്മാവന്റെ മകനൊന്നുമില്ല, അതൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പൊ അവരെന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ അതിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത ചുമതലയൊന്നും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. ഞങ്ങൾ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? സോഷ്യലിസത്തെയാണ്. ലോകത്തിന് മറ്റു വഴിയില്ല. ഈ മട്ടിലുള്ള അശാന്തിയുടെ, ദാരിദ്ര്യത്തിന്റെ, അസമത്വത്തിന്റെ, പട്ടിണിയുടെ, അസമത്വം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വിടുതൽ നേടണമെങ്കിൽ ലോകം ഇന്ന് പിന്തുടരുന്ന മുതലാളിത്ത വികസന പാത ഉപേക്ഷിക്കുകയും സോഷ്യലിസം സ്വീകരിക്കുകയും വേണം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായം. അതിനുവേണ്ടി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടില്ല, അവസാനം നോക്കൂ, ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നൊരു സഖ്യം. പക്ഷെ ഈ ചങ്ങ ഇത് പൊളിക്കോട്ടെ, അത് വേറെ കഥ. അതിന്റെ ലക്ഷണം ഇപ്പൊ തന്നെ കാണാൻ തുടങ്ങി. ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നാൽ എത്ര ജനസംഖ്യ? 300-350 കോടിയോ അതിലധികം വരും. 350 കോടി പറഞ്ഞ ലോക ജനസംഖ്യയുടെ 40%. മനസ്സിലായോ? 350 കോടി മനുഷ്യരുടെ മാർക്കറ്റ് അമേരിക്കയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. വലിയ ശക്തിയാ. നിക്കണ്ടേ? അങ്ങനെ നിക്കണ്ടേ? ഇതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അല്ലാണ്ട് ചൈനയുടെ അടിമയാവണം, റഷ്യയുടെ അടിമയാവണമെന്നല്ല, ആരുടെയും അടിമയാവരുത്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. നമ്മുടെ അന്തസ്സ്, നമ്മുടെ അഭിമാനം, ഈ രാഷ്ട്രത്തിന്റെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കണം. അതിന് കഴിയുന്ന സഖ്യങ്ങൾ ഉണ്ടാക്കണം. വേണ്ടേ? ഈ 350 കോടി മനുഷ്യരാണ് അവിടുത്തെ കണ്ണത. മോദി അല്ല, ട്രംപ് പേടിച്ചു. അപ്പോഴേക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ഈ ഉണ്ണാമൻ ചാനലുകാരെ പോലെ മൂടുതാങ്ങികൾ ഭൂമിയിൽ വരണ്ടാവില്ല. നിങ്ങൾ ഒരു ദിവസത്തെ പത്രത്തിൽ ചാനലുകളിലൊക്കെ കണ്ടു, ബ്രേക്കിംഗ് ന്യൂസ്, ബിഗ് ബ്രേക്കിംഗ്. പട്ടി വെച്ച് പറഞ്ഞാലും ബിഗ് ബ്രേക്കിംഗ് ആണ്. അപ്പൊ എന്താ ബിഗ് ബ്രേക്കിംഗ്? ട്രംപ് 4 തവണ വിളിച്ചു, മോദി എടുത്തില്ല. ഇവർക്ക് എവിടെ? മോദിയുടെ ഓഫീസ് എന്ന് പറഞ്ഞോ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞോ, ട്രംപിന്റെ ഓഫീസ് എന്ന് പറഞ്ഞോ? എവിടെ കിട്ടിയത് വിവരം? അപ്പോഴേക്ക് നമ്മുടെ RSSകാരൻ എന്റെ BGM ഒക്കെ ഇട്ടിട്ട് അതാണ്ടാ മോഡി എന്നൊക്കെ പറഞ്ഞിട്ട്, ജർമ്മനിയിലുള്ള ഏതോ ഒരു മഞ്ഞപത്രത്തിന്റെ റിപ്പോർട്ടാണ്. ലോകം അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല.